ഹലോ, ഇന്ന് നമുക്ക് ഈ രണ്ട് ടോപ്പ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ടോപ്പാക്കി മാറ്റാം. എൻ്റെ ഈ രണ്ട് ടോപ്പ് ഉണ്ടല്ലോ, അതെനിക്ക് കുറച്ച് ടൈറ്റാണ്. ടൈറ്റ് എന്നാൽ കുറച്ച് ടൈറ്റ് ഉണ്ട്. പിന്നെ രണ്ട് ടോപ്പുകളും കുറച്ച് ചെറിയ ചെറിയ കേടുപാടുകളുണ്ട് കേട്ടോ, നെക്കിലും സ്ലീവിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കരുതി അതൊന്ന് കമ്പൈൻ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റർ പോർഷനിലേക്ക് ഏത് ചുരിദാറാണോ വേണ്ടത്, ആ ചുരിദാറിൻ്റെ ഷോൾഡർ മുതൽ ടോപ്പിൻ്റെ എൻഡ് വരെ വരുന്ന രീതിയിൽ കണ്ടോ, ഇതുപോലെ മാക്സിമം ആ ഒരു ഷോൾഡർ ലെങ്ത്ത് നമ്മൾ എടുക്കണം. അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ പോർഷൻ ഇതിൻ്റെ ഇവിടെ അതാണ് ഷോൾഡർ എന്ന് പറയുന്നത്. അതിൻ്റെ മാക്സിമം നമ്മൾ എടുത്തിരിക്കണം. അങ്ങനെ മാക്സിമത്തിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ടോപ്പിൻ്റെ താഴെ വരെ വരുന്ന രീതിയിൽ ഇത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിമ്പിളാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മെർജ് ചെയ്തിട്ട് ഇതുപോലെ ഒരു നല്ല ടോപ്പാക്കി എടുക്കാം. ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ ഒറ്റ സൈഡിൽ ഫുള്ളായിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സൈഡും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ അടുത്തത് നമ്മൾ മെർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പില്ലേ, ആ ടോപ്പിൻ്റെതും ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പിൻ്റെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലൂസാക്കാനാണല്ലോ ട്രൈ ചെയ്യുന്നത്. അതുപോലെ ഇത് നെക്കിനോട് ചേർത്തിട്ട് വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. മറ്റേത് സ്ലീവിൻ്റെ അടുത്ത് കൂടെ ചേർത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ഈ ടോപ്പാകുമ്പോൾ നമ്മൾ നെക്കിൻ്റെ അവിടെയിലൂടെ ചേർത്ത് വരുന്ന രീതിയിൽ കട്ട് ചെയ്യണം. മാക്സിമം ക്ലോത്ത് അതിൽ നിന്ന് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ കേട്ടോ നമ്മളിങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്തിലൂടെ വരുന്ന രീതിയിൽ കട്ട് ചെയ്യുന്നത്. ഇതും സെയിം പ്രോസസ്സ് ഷോൾഡർ മുതൽ ടോപ്പിൻ്റെ എൻഡ് വരെ വരുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. രണ്ടും സെയിം, അതായത് ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടത് ഇപ്പോൾ ഞാൻ ഒരു സൈഡ് കട്ട് ചെയ്തു, അടുത്ത സൈഡും അതുപോലെ തന്നെ കട്ട് ചെയ്യാനുള്ളതാണ്. കട്ട് ചെയ്തിട്ട് ആ ഒരു നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ടോപ്പും ഈ ഒരു ടോപ്പും കൂടി തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പോർഷനിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ഡ്രസ്സിൽ കുറച്ച് ലൂസ് ടൈറ്റ് ഉണ്ടായിരുന്നില്ലേ, ആ ടൈറ്റൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് ലൂസാവും. കാരണം എന്താ, അതിൽ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് കിട്ടിയല്ലേ, നമ്മൾ മറ്റേ ചുരിദാറിൽ നിന്ന് ആഡ് ചെയ്തിട്ടുള്ള ക്ലോത്തും കൂടി വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. അതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് ലൂസാവുന്നത്. പിന്നെ വേറൊരു പാറ്റേണും ആയല്ലോ, വേറൊരു മോഡലും ആയല്ലോ. അപ്പോൾ ഇതുപോലെ വരുന്ന രീതിയിലും ഷോൾഡറും ആണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുക. ഇതുപോലെ ഷോൾഡറും കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. മുകളിൽ മുതൽ താഴെ വരെ ഫ്രണ്ടിലും ബാക്കിലും സെയിം പ്രോസസ്സിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അധികം കൺഫ്യൂഷനൊന്നും വരില്ല. വേറെ എക്സ്ട്രാ സ്റ്റിച്ചിങ്ങോ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ആ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഫ്രണ്ടിലും ബാക്കിലും സെയിം ആയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ രണ്ട് സൈഡിലും സെയിം ആണ് കേട്ടോ പ്രോസസ്സ്. അതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ, കറക്റ്റായിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിൻ്റെ താഴെ ചില ടോപ്പുകൾ കണ്ടിട്ടുണ്ട്, അതായത് ചില ടോപ്പുകൾ വലുതും ചില ടോപ്പുകൾ ചെറുതും ആയിരിക്കില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് തോന്നി, കാരണം എനിക്ക് അധികം വലിയ ലെങ്ത്ത് കൂടുതലൊന്നുമില്ല. താഴെയൊക്കെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്ക് കാണാനും ഫ്രണ്ട് കാണാനും നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. എനിക്ക് ആ ടൈറ്റ് ഉണ്ടായിരുന്ന ടോപ്പായിരുന്നു ഇത്. ഇതിപ്പോൾ നോക്ക് ഭയങ്കര ലൂസായിട്ടില്ലേ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടമായിട്ടോ ഈ ഒരു ഹാക്ക്. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഈ രണ്ട് ടൈപ്പ് ക്ലോത്തുകളായിരുന്നു, അതായത് കളർ ഗ്രീൻ ആണെങ്കിലും രണ്ട് ടൈപ്പാണ്. ഒന്ന് സെൻറ്ററിൽ വെച്ചത് കോട്ടനും മറ്റേ സൈഡിൽ വെച്ച കോട്ടനാണ്, ബട്ട് കുറച്ചൊരു ഷിഫോൺ മിക്സ് കൂടെ വരുന്ന രീതിയിലായിരുന്നു, ഒരു പോളിസ്റ്റർ മിക്സ് വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇത് മെർജ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.